നമസ്കാരം, ലൈവ് ടി ന്യൂസിലേക്ക് സ്വാഗതം. സന്ദീപ് വാര്യരാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ബി.ജെ.പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യരും ബി ഗോപാലകൃഷ്ണനും തമ്മിൽ ഉണ്ടായ മാതൃഭൂമിയിലെ ഒരു അന്തിച്ചർച്ചയിലെ തർക്കമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. കേട്ടല്ലോ അദ്ദേഹത്തിന്റെ മുഖമുദ്ര സ്നേഹത്തിന്റെ ഭാഷയല്ല പറഞ്ഞ ഞാൻ 10 മിനിറ്റ് ഞാൻ സ്നേഹത്തിന്റെ കടലല്ല. സ്നേഹത്തിന്റെ കട എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലെ? കോൺഗ്രസിന്റെ പാലക്കാടും വയനാടും ഒക്കെ നടന്ന പ്രചരണങ്ങളുടെ ഭാഗമായിട്ട് സന്ദീപ് വാര്യർ നടത്തിയ പ്രസംഗങ്ങളിൽ പറഞ്ഞതാണ്, ഞാനൊരു സ്നേഹത്തിന്റെ കടയിലേക്കാണ് വന്ന് കയറിയിരിക്കുന്നത്. വിദ്വേഷത്തിന്റെ കടയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് വന്ന് കയറിയ ഒരു പ്രവർത്തകനാണ്, ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് സന്ദീപ് വാര്യർ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ, ബി.ജെ.പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതിനോട് പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു അറിയാമല്ലോ. മുഹബത്തിന്റെ കടയിൽ സന്ദീപ് വാര്യർക്ക് നല്ല കസേരകൾ തന്നെ ലഭിക്കട്ടെ എന്നായിരുന്നു ആശംസ. അപ്പോ ആ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇപ്പൊ ഗോപാലകൃഷ്ണനും ഇവിടെ എടുത്തിടുന്നത്. ഉണ്ടായിരിക്കാൻ പറഞ്ഞു. ഞാൻ മാതൃഭൂമിക്ക് 10 മിനിറ്റ് സമയം എന്ന് പറഞ്ഞു വന്നാണ്. എനിക്ക് മറ്റു ചില പരിപാടികളുണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട്. താങ്കൾക്ക് മറുപടി നൽകാൻ റിജിൽ ധാരാളമാണ്. അദ്ദേഹം ഇരുന്ന് മറുപടി പറയും. ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. ഇപ്പൊ അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകാൻ. അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ പറയുന്നയാളാണ്. ഞാൻ വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചയാളാണ്. ഞാൻ വളരെ മോശക്കാരനാണ്. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശ്ശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ്, നിങ്ങൾ ജാഗ്രത പാലിക്കണം, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് മാത്രല്ല, നിങ്ങൾ പറയൂ. ഞാൻ ഇന്നും ഉറച്ചു നിൽക്കാണ്. ഇന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ്. ഫാക്ടാണ്. ഞാൻ മാറ്റി പറഞ്ഞില്ല എന്ന് നിങ്ങളെ ഞാൻ ഉറച്ചു നിൽക്കുന്ന ആളാണ്. തൃശ്ശൂരില് മുസ്ലിങ്ങളുടെ കടകൾ കൂടി വരികയാണ്, അതിന് ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞത് ഉറച്ചു നിൽക്കാൻ പറ്റിയ ഒരു കാര്യമാണ്, പറയാൻ പറ്റിയൊരു കാര്യമാണ്, ഉറച്ചു നിൽക്കാനും പറ്റിയൊരു കാര്യമാണെന്നാണ് ഇപ്പൊ ഗോപാലകൃഷ്ണൻ പറയുന്നത്. അപ്പൊ അതിനെ താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് സന്ദീപ് വാര്യർ മറുപടി പറയുന്നത്. കാരണം തനിക്ക് വീണ് കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഇനി സന്ദീപ് വാര്യർ ഉപയോഗിക്കാൻ പോകുന്നത്. കാണാം. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായി. ടെൻഷൻ ആവണ്ട. അതെ, ബി പി കൂട്ടണ്ട. അങ്ങ് ബി പി കൂട്ടണ്ട. ഞാൻ പറഞ്ഞോട്ടെ, അങ്ങ് ബി പി കൂട്ടണ്ട. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഞാൻ നേരത്തെ ഉണ്ടായിരുന്നത് പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലായിരുന്നു. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ, പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലത്ത് റദ്ദ് ചെയ്തുകൊണ്ട് തള്ളിപ്പറഞ്ഞത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. എന്റെ ദേഷ്യം ഒരു ദേഷ്യമില്ല. അങ്ങനെ സ്വഭാവം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സംസാരിക്കുന്നതാണോ ഇരിക്കടോ അവിടെ പറയുമ്പോ പറയുന്ന രീതി കാണുമ്പോ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ദാസ്യം, അങ്ങനെ ധിക്കാരം, അങ്ങനെ മുഖഭാവം, അങ്ങനെ പുച്ഛം, ഇതൊക്കെ മുഖത്ത് കാണുന്നുണ്ട്. അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട്. അങ്ങക്ക് എല്ലാവരും ഉണ്ടല്ലോ, അഹങ്കാരമുണ്ടല്ലോ. അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട്. അങ്ങക്ക് ഇപ്പൊ ദേഷ്യം കൂടുന്നുണ്ട്. അങ്ങക്ക് ദേഷ്യം കൂടുന്നുണ്ട്. അങ്ങക്ക് ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഇതാണ് വിദ്വേഷം അമിപ്പിക്കുന്ന പ്രേക്ഷകരെ, ഇതാണ് വിദ്വേഷം അമിപ്പിക്കുന്ന വർഗീയതയുടെ ഫാക്ടറി. ആ ഫാക്ടറിയാണ് ഞാൻ ഇറങ്ങി പോന്നിട്ടുള്ളത്. തൃശ്ശൂർ ടൗണിൽ മുസ്ലിങ്ങളുടെ കട കൂടുന്നത് കൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന പരമത വിദ്വേഷത്തിന്റെ ഫാക്ടറി ഞാൻ ഗോപാലകൃഷ്ണൻ അഭിമാനമേ ഉള്ളൂ. എനിക്ക് അഭിമാനമേ ഉള്ളതെന്ന് ഇറങ്ങി പോകുന്നത്. ഒന്ന് പറഞ്ഞോട്ടെ ഗോപാലകൃഷ്ണൻ, നിങ്ങൾക്ക് എന്ത് ടെൻഷൻ? ഞാൻ ഇറങ്ങിപ്പോയതാ. രണ്ടുപേരും ഇറങ്ങിപ്പോയതാ.
അഭിലാഷൻ നിങ്ങൾ ഇണ്ടാതിരിക്കെ പോവല്ലേ? മാക്സിമം പറഞ്ഞത് നിങ്ങൾ പറയട്ടെ. പോവല്ലേ? പോയത്. അപ്പൊ എനിക്ക് അയാൾ പറയണ്ടേ? പറയുന്നത് ഈ സത്യം മാതൃഭൂമിയിൽ നിങ്ങളെ ഇറക്കി വിട്ടല്ലേ? നിങ്ങള് ഞാനല്ലോ പിന്നെ ഗോപാലകൃഷ്ണൻ ഒരു വെള്ളം കൊടുക്കണം. ആൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലും വരും, പേടിക്കും. എനിക്ക് വെള്ളമല്ലേ? നിങ്ങൾക്ക് മദ്യം കിട്ടും. തോറ്റന്റെ പേരിൽ നിങ്ങൾ കഴിച്ചോ? മനസ്സിലായില്ലേ? നിങ്ങൾ എന്താണ് മദ്യം കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ വാരുടെ നന്നാവാത്തെ? എന്താ വാരുടെ നന്നാവാത്തെ? കരയല്ലേ? എടോ വാരുടെ അഭിലാഷിന് തിരിയാണ്. എടോ വാരുടെ താനെന്താ നന്നാവാത്തെ? എടോ വാരുടെ താനെന്താ നന്നാവാത്തെ? ഹരി നന്നായിട്ടാണ് കോൺഗ്രസിലേക്ക് എത്തിയത്. രക്ഷപ്പെട്ടു വന്നിരിക്കുക. അതുകൊണ്ട് അദ്ദേഹം എടുത്ത നിലപാടിന് പാലക്കാട് ജനത അംഗീകാരം നൽകി. അഭിലാഷിനെ വീണ്ടും കവിതയ്ക്കാക്കി നെയിം കോളിംഗ് ഒന്നും വേണ്ട. ഇത് നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പോവാ. അദ്ദേഹം പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കട്ടെ. സന്ദീപിന് പോവാൻ വേണമല്ലോ. അല്ല ഞാൻ മാധുവിനോട് 10 മിനിറ്റ് വന്ന് പറഞ്ഞു വന്നാണ്. ഞാനൊരു കാര്യം ഗോപാലകൃഷ്ണന്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ പഴയ ആളോടാ സംസാരിച്ചത്. അതുകൊണ്ടാണ് ഇത്രയധികം ഇനി ദേഷ്യം. അദ്ദേഹം പറയട്ടെ ശോഭാലക്ഷ്മി. അദ്ദേഹം പോയാലും താങ്കൾക്ക് പറയാലോ. അതിന് തിരിച്ചു പറഞ്ഞത്. ശരി, ശ്രീ സന്ദീപ് വാര്യർ പൂർത്തിയാക്കും. പറയാം. അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അതായത് അദ്ദേഹം ഓൺ സ്ക്രീൻ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, തൃശ്ശൂർ ടൗണിൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുടെ കടകൾ വരുന്നു, അതുകൊണ്ട് അത് തടയേണ്ടതാണ്, അതിന് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യത്തെ അദ്ദേഹം ഓൺ ചെയ്യും. അത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി പറയാൻ പാടില്ലാത്തത്ര വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആ വിദ്വേഷം വമിപ്പിക്കുന്ന ഫാക്ടറിയിൽ ഗോപാലകൃഷ്ണനോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്നുള്ള എൻ്റെ സ്റ്റാൻഡ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഭൂതകാലത്ത് നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും ആ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിക്കുകയും ചെയ്തതിനു ശേഷം ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലാണുള്ളത്. ആ കോൺഗ്രസ് പാർട്ടിയിൽ മതനിരപേക്ഷയുടെ ഭാഗത്താണുള്ളത്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. 1. 2, അദ്ദേഹം എന്നെ നല്ല സുഹൃത്താണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം 2-3 ദിവസം മുമ്പ് അദ്ദേഹം എന്നെക്കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ സൗഹൃദ ഭാഷയും അദ്ദേഹത്തിൻ്റെ മിതത്വം ഒക്കെ നമുക്കത് വായിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയും ഒക്കെ അതിലെ പദപ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് എതിർക്കുകയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയും അങ്ങേയറ്റത്തെ മ്ലേച്ഛമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള വാസ്തവത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ ചില കാര്യങ്ങൾ പറയുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു ഒരു ചോദ്യമില്ല. എന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് എന്തോ പറഞ്ഞു എന്നാണ് പറയുന്നത്. ശരി, കഴിഞ്ഞ ഇത്രയും മോശക്കാരനായ, ഇത്രയും എന്താ പറയുക, ചീത്ത സ്വഭാവങ്ങളുള്ള ഒരാളാണ് ഞാൻ എന്നാണ് അപ്പോൾ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പറയുന്നത്. അയാൾ മോശക്കാരനാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെയാണോ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹകാര്യം കഴിഞ്ഞ മാസം അദ്ദേഹം എന്നെ ഏൽപ്പിച്ചത്? അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹകാര്യം ചർച്ച ചെയ്ത് ആ പയ്യനുമായി നിരന്തരം സംസാരിക്കാനും മകളുമായി സംസാരിക്കാനും ഒക്കെ ഏർപ്പാടാക്കിയത് എന്നെയല്ലേ? ഞാനിത് പറയാൻ വെച്ചതല്ല. പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ അച്ഛനെ കോട്ട് ചെയ്തുകൊണ്ട് പറയാണ്, അങ്ങയുടെ മകളുടെ വിവാഹകാര്യം ഒരു മാസക്കാലം മുമ്പ് ഏൽപ്പിച്ചത് എന്നെയായിരുന്നു. സംസാരിക്കാൻ വേണ്ടി ഒന്നും മറക്കരുത്. ഇല്ലാത്ത സമയം ഉണ്ടാക്കി സംസാരിച്ച ആളാണ് ഞാൻ. അതിലേക്കൊന്നും കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദയവ് ചെയ്ത് ഉച്ചവും ബിജെപിക്കാരുടെ ഗുണമാണ് ഈ അവസാനിപ്പിക്കുക, ധാർഷ്ട്യം അവസാനിപ്പിക്കുക, ധിക്കാരം അവസാനിപ്പിക്കുക. നിങ്ങൾക്കാണ് നാണക്കേട് വേണ്ടത്. രഞ്ജി പണിക്കർ ഡയലോഗൊക്കെയാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫണ്ടുകാരന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയ വലിയ വാക്കുകളൊക്കെ പറയുന്നുണ്ട്. ഒരു ചർച്ചയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഒരു സുരേഷ് ഗോപി രഞ്ജി പണിക്കർ സിനിമ കാണുന്ന ലെവലാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത്. അഭിലാഷി പറയുന്നത് നമ്മൾ ചർച്ചയിലാണ്, ഗോപാൽജി അങ്ങനത്തെ പദങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് രാഷ്ട്രീയ സംവാദമാവാം, വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിടൂ. പക്ഷെ അരുൺ എന്തോ പറയാനുണ്ടായിരുന്നു, അത് പറഞ്ഞു. ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ്. അത് ഇതായിട്ടൊന്നും ബന്ധമില്ല. ഇയാളുടെ അതായത് സന്ദീപ് വാര്യരുടെ നാട്ടിൽ നിന്ന് എൻ്റെ മകൾക്ക് ഒരു കല്യാണാലോചന വന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അവരെ അറിയോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അതിനാണിപ്പോ ഈ സംസാരിച്ചത്. ഇതൊരു ചർച്ചയല്ലേ?
സ്വന്തം മകളുടെ ഒരു വിവാഹ കാര്യം സ്വാഭാവികമായിട്ടും ഇപ്പൊ സ്വാഭാവികമായ കാര്യമാണ്. അഭിലാഷാണെങ്കിൽ നമ്മൾ ചോദിക്കില്ല അഭിലാഷ് വളരെ സ്വാഭാവികമാണ്. അതൊരു ചർച്ചയിൽ പറയുന്ന മൂന്നാം കട പരിപാടിയല്ലേ അയാൾ ചെയ്തത്. അങ്ങ് അതിന്റെ അതൊരു പ്രതിഷേധം മര്യാദയാണ്. രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എന്റെ ശരി. കൂടെ ഇത് ബി.ജെ.പിക്ക് ഇപ്പൊ പോന്നിട്ടില്ലുള്ളൂ, കുറച്ചൊക്കെ സ്വഭാവം ബാക്കി ഉണ്ടാവുമല്ലോ. ഇതിൽ തുടരുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് കല്യാണം നടത്താൻ നമുക്ക് പരിചയമുള്ള ആളുകളോട് ചോദിക്കുന്നത് സാധാരണ കാര്യമാണ്. അതിൽ യാതൊരു അസ്വാഭാവികതയില്ല. ശരി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേച്ചുകൊണ്ട് ഒരു തർക്കമായിരുന്നു ഇപ്പൊ നടന്നത്. ആ ചർച്ചയിൽ എല്ലാം കണ്ട് ആസ്വദിക്കുകയായിരുന്നു അഭിലാഷും മാതൃഭൂമിയും. അതോടൊപ്പം അവിടെ ഇരുന്ന് ബാക്കി ചർച്ച ചെയ്യാൻ വേണ്ടി എത്തിയ മറ്റ് പാർട്ടിയിലുള്ളവരാണെങ്കിലും കോൺഗ്രസിലും ബി.ജെ.പിയിലുള്ള അനുഭാവികളാണെങ്കിലും അതെ, ആർക്കും തന്നെ സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കാതെയാണ് ഇവര് ഈ ഗോപാലകൃഷ്ണൻ ആണെങ്കിലും സന്ദീപ് വാര്യർ ആണെങ്കിലും തമ്മിൽ തർക്കിച്ചുകൊണ്ടിരുന്നത്. അത് ദേഷ്യം, വിദ്വേഷം, സ്നേഹക്കട അങ്ങനെ കുറച്ച് പദങ്ങൾ ഉപയോഗിച്ചു. അതിനോടൊപ്പം കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞ് നിർത്തുകയാണ്. അപ്പൊ ഇത് ഇത്തരം ചളിവാരത്തേക്കിൽ ഇനിയും തുടർന്ന് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ചർച്ചയിലൂടെ തന്നെ തീരുമാനമായിട്ടുണ്ട്.